ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ബേസിക് ഗ്രാനി സ്ക്വയർ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ നോക്കാം. ഏത് ടൈപ്പ് യാണ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അക്രിലിക് യാണാണ്. ഹുക്ക് സൈസ് 3mm ആണ്. സ്ലിപ്പ് നോട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് 4 ചെയിൻ, എന്നിട്ട് ഫസ്റ്റ് ചെയിനിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു റൗണ്ട് പോലെ കിട്ടും സെൻറ്ററിൽ. നെക്സ്റ്റ് 3 ചെയിൻ ഇടാം. 3 ചെയിൻ ഇട്ടിട്ട് 1 ഡബിൾ ക്രോഷ്യ സെൻറ്ററിൽ റൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അഗെയിൻ 1 more ഡബിൾ ക്രോഷ്യ. നമ്മൾ ഫസ്റ്റിലിട്ട 3 ചെയിൻസ് ഡബിൾ ക്രോഷ്യ ഇട്ടാണ് കൗണ്ട് ചെയ്യുക. അപ്പോൾ ടോട്ടൽ 3 ഡബിൾ ക്രോഷ്യ. ഇനി 2 ചെയിൻ, അഗെയിൻ 3 ഡബിൾ ക്രോഷ്യ, അത് കഴിഞ്ഞാൽ വീണ്ടും 2 ചെയിൻ ഇട്ട് കൊടുക്കാം. പിന്നെ വീണ്ടും 3 ഡബിൾ ക്രോഷ്യ. അങ്ങനെ 4 സെറ്റ് 3 ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്യണം. ഇങ്ങനെ 4 ടൈംസ് 3 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് പിന്നെ ഒരു 2 ചെയിൻ കൂടെ ഇടാം. 2 ചെയിൻ ഇട്ടിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത 3 ചെയിനില്ലേ, അതിൽ 3rd ചെയിനിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഈ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത റൗണ്ട് വേറെ കളർ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്ത റൗണ്ട് യെല്ലോ കളർ വെച്ചിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. അതിന് ആദ്യം സ്ലിപ്പ് നോട്ട് ഇട്ട് ഈ റൗണ്ടിലേക്ക് ജോയിൻ ചെയ്യാം. നമ്മൾ 2 ചെയിൻ ഇട്ടില്ലേ, ആ സ്പേസിലേക്കാണ് ജോയിൻ ചെയ്യുന്നത്. അവിടെ 3 ചെയിൻ ഇടുക. ഈ 3 ചെയിൻ 1 ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യാം. അഗെയിൻ അതിലേക്ക് 2 ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്യാം. ഇനി 1 ചെയിൻ ഇടുക. എന്നിട്ട് അടുത്ത കോർണർ സ്പേസ്, അതായത് 2 ചെയിൻ്റെ ഗ്യാപ്പില്ലേ, അവിടേക്ക് 3 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ത്രീ ഡബിൾ ക്രോഷ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ചെയിൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് സെയിം സ്പേസിൽ തന്നെ വീണ്ടും 3 ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്യാം. ഇനി ഒരു ചെയിൻ ഇടാം. ഒരു ചെയിൻ ഇട്ടിട്ട് ഇതേപോലെ വരുന്ന അടുത്ത കോർണർ സ്പേസിലേക്ക്, അടുത്ത 2 ചെയിൻ ഗ്യാപ്പില്ലേ, അവിടേക്ക് ഇതേപോലെ 3 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, അഗെയിൻ 3 ഡബിൾ ക്രോഷ്യ. വീണ്ടും ഒരു ചെയിൻ ഇട്ട് അടുത്ത കോർണർ സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 3 ഡബിൾ ക്രോഷ്യ. ഇനി വീണ്ടും 1 ചെയിൻ ഇട്ട് അടുത്ത സ്പേസിലേക്ക് 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 2 ചെയിൻ ഇട്ടിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത 3 ചെയിനിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആയി. അടുത്ത റൗണ്ട് നമ്മൾ വേറെ കളർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫിനിഷ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം. അടുത്ത റൗണ്ടും ഇതേപോലെ ഏതെങ്കിലും കോർണർ സ്പേസിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്ലിപ്പ് നോട്ട് ഇട്ട് ജോയിൻ ചെയ്യാം. എന്നിട്ട് 3 ചെയിൻ, 3 ചെയിൻ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കൗണ്ട് ചെയ്യുന്നത്. പിന്നെ 2 ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്യാം. ഇനി ഒരു ചെയിൻ ഇട്ട് ഫസ്റ്റ് വരുന്ന സ്പേസിലേക്ക് 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം.
ഇനി ഒരു ചെയിൻ ഇടാം, എന്നിട്ട് 3 ഡബിൾ ക്രോഷ്യ. ഇപ്പോൾ നമ്മൾ കോർണർ സ്പേസിലാണുള്ളത്, അപ്പോൾ അവിടെ 2 ചെയിൻ ഇടാം. അഗെയിൻ ആ സെയിം സ്പേസിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ചെയിൻ ഇട്ടിട്ട് അടുത്ത സ്പേസിൽ പോവാം. അടുത്ത സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ. ഇനി ഒരു ചെയിൻ ഇട്ടിട്ട് കോർണർ സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, സെയിം സ്പേസിൽ തന്നെ അഗെയിൻ 3 ഡബിൾ ക്രോഷ്യ. ഇനി 1 ചെയിൻ ഇട്ട് അടുത്ത സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ. അഗെയിൻ 1 ചെയിൻ, കോർണർ സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, സെയിം സ്പേസിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ. ഇനി അടുത്ത സ്പേസിലും ഇതേപോലെ 1 ചെയിൻ ഇട്ട് 3 ഡബിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കാം. അഗെയിൻ 1 ചെയിൻ, കോർണർ സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് 2 ചെയിൻ ഇട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത 3 ചെയിനിലെ 3rd ചെയിനിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ 3rd റൗണ്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത റൗണ്ട് വേറെ കളർ ചെയ്യാം. അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത കളറും സ്ലിപ്പ് നോട്ട് ഇട്ട് ജോയിൻ ചെയ്യാം. ഏതെങ്കിലും കോർണർ സ്പേസിലാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. 3 ചെയിൻ ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ 3 ചെയിൻ ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. സെയിം സ്പേസിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്ത് കൊടുക്കാം. ഇനി 1 ചെയിൻ ഇട്ട് അടുത്ത ഗ്യാപ്പിലേക്ക് 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. വീണ്ടും 1 ചെയിൻ ഇട്ട് അടുത്ത ഗ്യാപ്പിലേക്കും 3 ഡബിൾ ക്രോഷ്യ. ഇനി 1 ചെയിൻ ഇട്ട് അടുത്ത സ്പേസിലേക്ക് 3 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇത് കോർണർ സ്പേസ് ആയിട്ടുണ്ട്. കോർണർ സ്പേസിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, സെയിം സ്പേസിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്യാം. ഇനി നമ്മൾ സെയിം പാറ്റേൺ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അതായത് കോർണർ സ്പേസ് വരുമ്പോൾ മാത്രം ഒരു സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 3 ഡബിൾ ക്രോഷ്യ അങ്ങനെ ചെയ്യാം. ബാക്കിയുള്ള സ്പേസിലൊക്കെ 3 ഡബിൾ ക്രോഷ്യ മാത്രം. ലാസ്റ്റ് 2 ചെയിൻ ഇട്ട് ഫസ്റ്റിലെ 3 ചെയിനിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഈ റൗണ്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ട് ഞാൻ ഫിനിഷ് ചെയ്യണം. ഇതേപോലെ തന്നെ എത്ര റൗണ്ട് വേണമെങ്കിലും നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. ഗ്രാനി സ്ക്വയറിൻ്റെ തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണിത്. ഗ്രാനി സ്ക്വയർ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. അപ്പോൾ ക്രോഷ്യ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്, ഷെയർ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.